രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഷാഫിയോട് പരാതിപ്പെട്ടെന്ന വെളിപ്പെടുത്തൽ. എം.എ. ഷഹനാസിനെ സംസ്കാര സാഹിതിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നും പുറത്താക്കി കോൺഗ്രസ് നടപടി. പറഞ്ഞതിൽ ഉറച്ചു തന്നെ നിൽക്കുന്നു. സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദിച്ചതിന്റെ പേരിൽ പദവികൾ നഷ്ടപ്പെടുന്നുവെങ്കിൽ സന്തോഷമെന്ന ഷഹനാസ്. പ്രിയ പ്രേക്ഷകരെ, എക്സ്ക്ലൂസീവ് ന്യൂസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഷാഫിയോട് പരാതിപ്പെട്ടെന്ന് വെളിപ്പെടുത്തിയതിന് പിന്നാലെ എം.എ. ഷഹനാസിനെതിരെ നടപടി. KPCC സംസ്കാര സാഹിതിയുടെ കോഴിക്കോട്ടെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് എം.എ. ഷഹനാസിനെ പുറത്താക്കിയതായി റിപ്പോർട്ടുകൾ. സംസ്കാര സാഹിതി സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് കോൺഗ്രസ് സഹയാത്രികയായ ഷഹനാസ്. ഇവർ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിലിനും ഷാഫി പറമ്പിലിനുമെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നുള്ള പുറത്താക്കൽ. അതേസമയം താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായും പദവികൾ നഷ്ടപ്പെടുന്നതിൽ സന്തോഷമേ ഉള്ളൂ എന്നും ഷഹനാസ് വ്യക്തമാക്കിയിരിക്കുന്നു. കോഴിക്കോട് DCC അധ്യക്ഷനെതിരെയും ഷഹനാസ് ആരോപണം ഉന്നയിച്ചു. കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ കാലങ്ങളായി തന്നെ പ്രതിരോധിക്കുന്നതായും അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് പുറത്താക്കൽ നടപടിയെന്നും ഷഹനാസ് ആരോപിക്കുന്നുണ്ട്. നിലവിൽ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ താൻ തുടരുന്നുണ്ടെന്നും അവർ അറിയിച്ചിരിക്കുകയാണ്. സ്ത്രീകൾക്ക് വേണ്ടി പ്രതികരിച്ചതിന്റെ പേരിൽ നഷ്ടപ്പെടുന്ന പദവികൾ ആണെങ്കിൽ അത് നഷ്ടപ്പെടുത്താൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഷഹനാസ് പറഞ്ഞത് ഇങ്ങനെയാണ്. സംസ്കാര സാഹിതി പോലുള്ള സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടാലും നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്നും അവർ വ്യക്തമാക്കിയിരിക്കുന്നു. തുറന്നു പറച്ചിലുകൾക്ക് ശേഷം കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ ആരും തന്നെ ബന്ധപ്പെടുകയോ വിഷയത്തിൽ പ്രതികരിക്കുകയോ ചെയ്തിട്ടില്ലെന്നും അവർ കൂട്ടിച്ചേർക്കുന്നു. ഷഹനാസ് ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെയോ വിശദീകരണം ചോദിക്കാതെയോ അവരെ ഗ്രൂപ്പിൽ നിന്ന് മാറ്റിയത് ശരിയാണോ എന്ന ചോദ്യം രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഉയർന്നിട്ടുണ്ട്. രാഹുൽ തന്നോടും മോശമായി പെരുമാറിയെന്നും അന്ന് ഷാഫിയെ ഇക്കാര്യം അറിയിച്ചിരുന്നുവെന്നുമായിരുന്നു ഷഹനാസിന്റെ വെളിപ്പെടുത്തൽ. കർഷക സമരത്ത് ഡൽഹിയിൽ പോയി തിരിച്ചു വരുമ്പോഴാണ് രാഹുൽ മോശം സന്ദേശം അയച്ചതെന്നും ഷഹനാസ് വ്യക്തമായി പറയുന്നു. ഡൽഹിയിൽ നമുക്ക് ഒരുമിച്ച് പോകാമായിരുന്നല്ലോ എന്നാണ് സന്ദേശം അയച്ചത്. യൂത്ത് കോൺഗ്രസ് നേതാക്കൾ എല്ലാവരുമായി പോകാനായിരിക്കും എന്നാണ് താൻ ആദ്യം കരുതിയത്. അതുകൊണ്ട് തന്നെ ഓക്കെ പറഞ്ഞു. പിന്നീടാണ് അയാൾക്കൊപ്പം ഒറ്റയ്ക്ക് പോകാനാണ് ആവശ്യപ്പെട്ടതെന്ന് മനസ്സിലായത്. അതിനുള്ള മറുപടി അയാൾക്ക് അന്ന് തന്നെ കൊടുത്തുവെന്നും ഷഹനാസ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും പീഡന പരാതി ഉയർന്ന പശ്ചാത്തലത്തിലായിരുന്നു ഷഹനാസിന്റെ ഈ പ്രതികരണം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൊണ്ടുവരുന്ന സമയത്ത് ഷാഫി പറമ്പിലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പെൺകുട്ടികൾ ചൂഷണം ചെയ്യപ്പെടാൻ സാധ്യതയുള്ള കാര്യം സൂചിപ്പിച്ചപ്പോൾ പുച്ഛമായിരുന്നു ഷാഫിയുടെ മറുപടിയെന്ന് യൂത്ത് കോൺഗ്രസ് മുൻ നേതാവ് കൂടിയായ ഷഹനാസ് വ്യക്തമാക്കിയിരുന്നു. കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ഗ്രൂപ്പിൽ നിന്നാണ് തന്നെ പുറത്താക്കിയതെന്ന് ഷഹനാസ് മാധ്യമങ്ങളോട് പറഞ്ഞു. DCC പ്രസിഡന്റ് പ്രവീൺ കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇതെന്നും ഷഹനാസ് ആരോപിച്ചു. സ്ത്രീകൾക്ക് വേണ്ടി പ്രതികരിച്ചതിന്റെ പേരിൽ പദവികൾ നഷ്ടപ്പെടുകയാണെങ്കിൽ അതിൽ സന്തോഷമേ ഉള്ളൂ എന്നും ഉന്നയിച്ച കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ഷഹനാസ് വ്യക്തമാക്കിയിരിക്കുകയാണ്. രാഷ്ട്രീയ കേരളം തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. കേരള സമൂഹത്തിലെ സ്ത്രീകൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ആണുങ്ങളുടെ അപ്രമാദിത്യം അല്ലെങ്കിൽ ആണുങ്ങളുടെ പീഡന പരമ്പരയെക്കുറിച്ച് വാതുറന്നാൽ ഒരു സ്ത്രീക്ക് വരുന്ന രാഷ്ട്രീയ ജീവിതത്തിലുണ്ടാകുന്ന വേദനകളെ കുറിച്ചാണ് ഷഹനാസ് വ്യക്തമാക്കിയത്. അവർക്ക് നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളെ കുറിച്ചാണ് വ്യക്തമാക്കിയത്. തീർച്ചയായും തിരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് രാഷ്ട്രീയ കേരളം തീർച്ചയായും ഈ വിഷയം ചർച്ച ചെയ്യും. വോട്ടർമാരായ സ്ത്രീകൾ ഈ വിഷയത്തെക്കുറിച്ച് തീർച്ചയായും ചർച്ച ചെയ്യുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇത്തരത്തിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള നേതാക്കളെ സപ്പോർട്ട് ചെയ്യുന്ന കോൺഗ്രസ് ഇനിയും ആലോചിക്കേണ്ട സമയമായിരിക്കുന്നു. അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് പറയാനുള്ളത്. വരുന്ന തിരഞ്ഞെടുപ്പിൽ ഇതെല്ലാം പ്രതിഫലിക്കുമെന്ന് തീർച്ച. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.